കൊടിക്കുന്നിൽ സുരേഷ്. നിങ്ങളുടെ എംപിയോട് ഇക്കാര്യം പറഞ്ഞു, നിങ്ങൾ മകളോ മകനോ ആരെയും നീറ്റ്? ഞങ്ങൾ അങ്ങനെ മന്ത്രിമാരെ ആരെയും സ്പെഷ്യലായിട്ട് കാണാൻ പോയിട്ടില്ല. ഞങ്ങൾ ഈ എല്ലാ ജനതകളുടെയും കൂടെയുള്ള, ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഞങ്ങളുടെ മോൾക്ക് വേണ്ടിയോ ഞങ്ങളുടെ കസിൻസിന് വേണ്ടിയോ അങ്ങനെ ഞങ്ങൾ ആരെയും ഒരു മന്ത്രിയെയും കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ TV-യിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ പിള്ളേരെയൊക്കെ എടുത്തിട്ട് ഇടിക്കുന്നു, ചതയ്ക്കുന്നു. എന്തോ ഒരു ക്രൂരതയാ പെൺപിള്ളാരെയും എല്ലാരെയും, പോലീസ് ആണെങ്കിലും ലേഡീസ് പോലീസ് ആണെങ്കിലും പെൺകുട്ടികളെയൊക്കെ വലിച്ചഴച്ചുകൊണ്ട് ഒത്തിരിയും ക്രൂരതയാ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനകത്തില്ലെങ്കിലും നമ്മളൊരു മനുഷ്യരല്ലയോ? അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ പോലുള്ള കുഞ്ഞുങ്ങളാ നീറ്റിന് എത്രയോ പൈസകൾ മുടക്കി രാജസ്ഥാൻ കോട്ട, നമ്മുടെ നാട്ടിലെ ബ്രില്യന്റ് അവിടെയൊക്കെ 3-4 ലക്ഷം രൂപയൊക്കെ മുടക്കി ഇങ്ങനെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് ലാസ്റ്റിൽ എന്തുവാ പേപ്പർ ലീക്കായി. പഠിച്ച കുഞ്ഞുങ്ങളെ എത്ര പേര് ആത്മഹത്യ ചെയ്തു? അതിനൊക്കെ ആരാണ് ഉത്തരവാദി? ഈ നീറ്റ് പരീക്ഷ നിങ്ങളുടെ മക്കളടക്കം എഴുതിയിട്ടുണ്ട് പലപ്പോഴായിട്ട് ഞങ്ങളുടെ മക്കളടക്കം എഴുതാഞ്ഞ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ മകള് ആദ്യം തൊട്ടേ ഡോക്ടറാകണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി ഒരു സർക്കാർ കയറി കഴിഞ്ഞാൽ ഡോക്ടർ ആയാലും ഒരു പ്രയോജനമില്ല. പുള്ളിയുടെ അണ്ടറിൽ ജോലി ചെയ്യണം. അതിന് അവള് വില്ലിങ് അല്ല. അപ്പം സ്ട്രീമെ മാറ്റി ബാച്ചിലർ ഓഫ് ആർട്സിലോട്ട് പോയി, സയൻസ് സ്ട്രീം മാറ്റി ആർട്സിലോട്ട് പോയി. അപ്പൊ കൊച്ചുങ്ങളുടെ മനസ്സിലുള്ള ചിന്താഗതി എത്രമാത്രം ഡെവലപ്പ് ചെയ്യുന്ന നീച്ചയിലോട്ട് പോയെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും ദിവസമായിട്ട് ദില്ലിയിൽ ഒരു വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. അതിന് കൂടുതൽ എംപിമാർ വന്നതുകൊണ്ട് നിങ്ങൾ അവരെ കാണാനായിട്ട് എത്തിയതാണ്. അവരെ കാണാൻ മാത്രമല്ല, ഞങ്ങൾക്കിപ്പം ഞങ്ങൾ ഈ അടുത്ത ഷാലിമാർ ബാഗിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾക്കൊരു 6 കിലോമീറ്ററേ ഉള്ളൂ ഞങ്ങളുടെ വീടിന്റെ ഇവിടെ. അപ്പം ഇത്രയും ഒരു പ്രതിഷേധം വന്നു. TV-യിലൊക്കെ എന്തും വേണ്ടി ഇതാ. അപ്പം നമുക്ക് പോയി കാണണം. എന്റെ പിള്ളേരെ പോലുള്ള ജനതകൾ ആയിരിക്കുമല്ലോ ഇവിടെ. വെറും കാണാനല്ല വന്നത്, വീണ്ടും ഞങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ. നിങ്ങൾ മലയാളികൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മുടെ തന്നെ കൂടുതൽ MP നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുള്ളതാണ് കൂടുതൽ MP ഉള്ളത്. അപ്പോൾ അവരെ വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാ. അല്ല, ഞങ്ങൾ ആരെയും കാണാനോ കേൾക്കാനോ വന്നില്ല. നമുക്ക് ജസ്റ്റ് സപ്പോർട്ട്, അത്രേ ഉള്ളൂ.